മാർച്ച് 2024 നടന്ന സെക്കൻഡ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ആൻസർ എനി 2 questions ഫ്രം 28 to 30. 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 5 സ്കോർ വീതം. അതിൽ ആദ്യത്തത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കോളത്തിൽ എക്സ് വാല്യൂസ്, സെക്കൻഡ് കോളം വൈ വാല്യൂ അങ്ങനെ എഴുതി. എന്നിട്ട് ഡാറ്റ വെച്ചിട്ട് എക്സ് കോളം ഉണ്ടാക്കി, വൈ കോളം എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ അറിയാലോ. എക്സ് സ്ക്വയർ പറഞ്ഞാൽ 5 into 5, വൈ സ്ക്വയർ പറഞ്ഞാൽ 1 into 1, എക്സ് വൈ പറഞ്ഞാൽ 5 into 1. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. കോളത്തിന്റെ ടോട്ടൽ റെഡിങ്കും കൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R equal to n into sigma xy minus sigma x into sigma y divided by standard deviation of x into standard deviation of. Okay. അപ്പൊ സിഗ്മ എക്സ് വൈന്റെ വാല്യൂ 288 ആണ്. സിഗ്മ എക്സ് 60, സിഗ്മ വൈ 40, പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ 494 ആണ്. സിഗ്മ വൈ സ്ക്വയർ 212. ക്ലിയർ. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യണു. സിംപ്ലിഫൈ ചെയ്തിട്ട് വരുമ്പോ ആൻസർ കിട്ടുന്നത് 0.575 ആണ്. അപ്പോ റിസൾട്ട് കോറിലേഷൻ കമന്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. 0.5 അടുത്ത് 0.5, അതായത് കോറിലേഷൻ -1 to +1 ഇടയിലാണ് നിൽക്കേണ്ടത്. അപ്പൊ 0.5 പറയുമ്പോൾ വലിയ ഇതില്ല. അപ്പൊ പോസിറ്റീവിലാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് എഴുതാം. A time series is a set of data recorded chronologically. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. സമയശ്രേണി എന്നത് കാലാനുസൃതം രേഖപ്പെടുത്തിയ ഡാറ്റകളുടെ കൂട്ടമാണ്. ദെൻ പിന്നെ തന്നിരിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. ഇതിന്റെ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ബൈ 4 ഇയർലി മൂവിംഗ് ആവറേജ് മെത്തേഡ്. ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് 4 ഇയർലി മൂവിംഗ് ആവറേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡാറ്റ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇയർ, സെയിൽസ്, 4 ഇയർലി മൂവിംഗ് ആവറേജ് പറഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണം ഗ്രൂപ്പ് ചെയ്തു. ഇതിന്റെ സെന്ററിലാക്കിയിട്ട് എഴുതി, ഡിവൈഡഡ് ബൈ 4 ചെയ്തു. ഇതാണ് കിട്ടുന്ന വാല്യൂ. ദെൻ നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്തു. ഇതിന്റെ സെന്ററിൽ എഴുതി, ഡിവൈഡഡ് ബൈ 4, 4 കൂടിയുള്ള ടോട്ടല്. അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈവൺ കേസ് ആകുമ്പോൾ നമ്മള് 4 ഇയർലി മൂവിംഗ് ആവറേജ് സെന്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളവും കൂടെ ഉണ്ടാക്കണം. അപ്പൊ ഇവ രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ 286.5ഉം 375.75 ഈ 2 വാല്യൂസിനെ കൂടെ കൂട്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 331.125. ദെൻ നെക്സ്റ്റ് 2ഉം കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഇതിന്റെ സെന്ററിൽ എഴുതി, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, 409. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ബൈ 4 ഇയർലി മൂവിംഗ് ആവറേജ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ 26ാമത്തെ ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ആണ്. 2005ന്റെ വാല്യൂ 128, 2006ന്റെ വാല്യൂ 265, 2007ന്റെ വാല്യൂ 341. സെയിം ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെയും യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ, താഴെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ലാസ്പിയേഴ്സ്, പാഷീസ്, ഫിഷേഴ്സ് ഇവ 3ഉം കണ്ടുപിടിക്കണം. ബേസ് ഇയറിന്റെ പ്രൈസ് ആണെങ്കിൽ P0 ആണ്. ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റി Q0 എന്ന് അടയാളപ്പെടുത്തും. കറണ്ട് ഇയറിന്റെ പ്രൈസിനെ P1 എന്നും കറണ്ട് ഇയർ ക്വാണ്ടിറ്റി എന്താണ് Q1 എന്നും ആയിട്ടാണ് വിളിക്കാറ്. വേണ്ട ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് വരേണ്ടത്. P1 Q0 ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ P1 Q0 വേണം, P0 Q0 വേണം, P1 Q1 വേണം, P0 Q1 വേണം. ഇവിടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട്, ഈ ഡാറ്റ വെച്ചിട്ട് ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കണം. ഫോർമുല സിഗ്മ P1 Q0 ബൈ സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 ആണ്. അപ്പൊ 229 ബൈ 154.25 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യണു. വാല്യൂ 148.46. ക്ലിയർ. ഇനി
അടുത്തത് വേണ്ടത് പാഷീസ് ഇൻഡെക്സ് നമ്പർ ആണ്. പാഷീസ് ഇൻഡെക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് വേണ്ടത് സിഗ്മ P1 Q1ന്റെ ടോട്ടലാ വേണ്ടത് 247. പിന്നെ P0 Q1ന്റെ ടോട്ടലാ വേണ്ടത് അത് 166.25. അപ്പൊ 247നെ 166.25 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടുന്ന ആൻസർ ഇതാണ്. ഇനി ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫിഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ റൂട്ട് ഓഫ് L ഇൻറ്റു പി ലാസ്റ്റ് പിയേഴ്സ് ഇൻറ്റു പാഷീസ് ഇവ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 148.514 ഉത്തരം. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ യു കാൽക്കുലേറ്റ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. വാല്യൂസ് 9.25841 5 10 6 4 അത് നോക്കുക. സെയിം സെറ്റ് ഓഫ് ഡാറ്റ തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ലാസ്റ്റ് പിയേഴ്സും പാഷീസും ഫിഷേഴ്സും കാൽക്കുലേറ്റ് ചെയ്തു. വാല്യൂ 148.514 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ.